ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ശ്രുതിയുടെയും അശ്വിൻ്റെയും ആ ഒരു ഒന്നിക്കലെന്ന് പറയുമ്പോൾ അവരെ ഒരുമിക്കണം, അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരുന്ന നിമിഷമായിരുന്നു. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അവരുടെ പ്രണയത്തിന് ഒരു തുടക്കം തന്നെയാണ്. അങ്ങനെ അതിനുള്ള സാധ്യതകൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതുമാത്രമല്ല ശ്രുതിയെയും അശ്വിനെയും ഒരുമിച്ച് അതും അവരുടെ പ്രണയം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ശ്രുതിയുടെ അശ്വിൻ്റെ പ്രണയം എങ്ങനെയായിരിക്കും, ഇനി ശ്യാമിൻ്റെ ചതി എന്തായിരിക്കും, ഇനി അവരെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശ്യാം ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് അവസാനത്തെ ശ്രുതിയുടെ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇനി അവസാനത്തെ ശ്രുതിയുടെ പെർഫോമൻസ് ആണ് ഇത് എന്നൊക്കെ അഞ്ജലി വന്ന് അനൗൺസ്മെന്റ് ചെയ്തു. എന്നാൽ രാധയ്ക്ക് എന്താണ് സംഭവിച്ചത്? രാധ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ രാധയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ മനോരമ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാധയ്ക്ക് ആ ഒരു ജ്യൂസിൽ ഞാൻ ഉറക്കഗുളി കലക്കി കൊടുത്തത് ആരെങ്കിലും കണ്ടു കാണുമോ അറിഞ്ഞു കാണുമോ എന്നൊക്കെ രാധ ഇങ്ങനെ ടെൻഷൻ അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എൻകെ നിൽക്കുന്നത്. അപ്പോൾ രാധ പതുക്കെ പറഞ്ഞ കാര്യം എൻകെ കേട്ടു. അങ്ങനെ എൻകെക്ക് മനസ്സിലായി രാധയ്ക്ക് ഈ ഒരു ജ്യൂസിലെ ഉറക്കഗുളി കലക്കി കൊടുത്തതാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്കൊരു പണി കൊടുക്കാൻ ആ ഒരു സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാനായിട്ട് എനിക്ക് തയ്യാറാവുകയും, എന്നാൽ ഇത് ആരോടും പറയരുത് എന്ന് മനോരമ കൈയും കാലും പിടിച്ച് പറയുവാണ്. ഇത് ആരോടും നീ പറയരുത്, നമ്മുടെ വീട്ടുകാരെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്, പക്ഷെ നീ ആരോടും പറയരുത് എന്നൊക്കെ മനോരമ പറഞ്ഞ് അപ്പോൾ ശരി കുഴപ്പമില്ല. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവസാനത്തെ ആ ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ ശ്രുതിയും ഒരു പെയർ ഡാൻസ് ആയിരുന്നു. അതിൽ ശ്രുതിക്കൊപ്പം കളിക്കാനായിട്ട് ഒരു പെൺകുട്ടി വരാമെന്ന് പറഞ്ഞതാണ് ശ്രുതിയുടെ ഫ്രണ്ട്. ആ പെൺകുട്ടിയാണ് മെയിലായിട്ട് ശ്രുതിക്കൊപ്പം ഡാൻസ് ചെയ്യേണ്ടത്. പക്ഷെ ആ പെൺകുട്ടി ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ആ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അനൗൺസ്മെന്റും ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി ഇതുവരെ വന്നിട്ടില്ല. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ശ്രുതി വെയിറ്റ് ചെയ്ത് നിന്നത്. നല്ല ചുവന്ന കളറും ചുവപ്പും ഓറഞ്ചും കൂടി കലർന്ന ഒരു സാരിയും ചുവന്ന ബ്ലൗസൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ശ്രുതി ഒരുങ്ങി ആ ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ടും ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അഞ്ജലി വന്നിട്ട് ശ്രുതിയോട് പറയുവാണ്, പെയർ ഡാൻസ് കളിക്കാനുള്ള പെൺകുട്ടി വന്നോ, എല്ലാവരും ആ ഒരു ഡാൻസിന് വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടെ നിൽക്കുന്നത്. ഇനി നമ്മൾ വൈകുന്തോറും ഗസ്റ്റുകൾക്കും ഒരു ബോറായി തോന്നും, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അഞ്ജലി ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അഞ്ജലി തന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ശ്രുതിയും വേറൊരു ശ്രുതിയുടെ ഫ്രണ്ടും കൂടി കളിക്കാനിരുന്ന ഡാൻസാണ്. പക്ഷേ ശ്രുതിയുടെ ഫ്രണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നും അതുകൊണ്ട് വരന്റെ വീട്ടിൽ നിന്നും ആർക്കെങ്കിലും ശ്രുതിക്കൊപ്പം പെയർ ഡാൻസ് കളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആര് ഇനിയിപ്പോൾ മുന്നോട്ട് വരും, ആര് കളിക്കും? മനോരമയാണെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ മനോരമ മോഹന്റെ കൈപിടിച്ചു. എനിക്ക് തയ്യാറായി നിൽക്കുവാണ്, പക്ഷെ മനോരമ പോകരുത് എന്ന് എനിക്ക് വിലക്കി. അപ്പോൾ പിന്നെ ആര് കളിക്കാൻ വേണ്ടിയിട്ട് വരും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. അങ്ങനെ ശ്രുതിയും ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്ത് ചെയ്യും, എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് പോവേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ശ്യാം അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു തേളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കരിന്തേള് ശ്യാമിന്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇപ്പോൾ ആ ശ്യാം ആ കരിന്തേളിനെ കണ്ടുപിടിച്ചു, ഒരു ബോക്സിന്റെ അകത്താക്കി അഞ്ജലിയുടെ ആ ഒരു റൂമിലെ അലമാരയിൽ കൊണ്ടുവച്ചു. എങ്ങനെയെങ്കിലും ഇപ്പോൾ ശ്രുതി ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അന്ന് ആ മോതിരമൊക്കെ വലിച്ചെറിഞ്ഞ് പോയത് ശ്യാം വിവാഹം കഴിച്ചതുകൊണ്ടാണ്. അതും താൻ സ്നേഹിക്കുന്ന അഞ്ജലി മാഡത്തിന്റെ ഭർത്താവാണ് ശ്യാം. അതുകൊണ്ടാണ് ശ്രുതി ഈ ഒരു വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. അതിന് മുന്നേ ശ്രുതിക്ക് ഈ വിവാഹത്തിലോട് ഇഷ്ടമല്ല, പിന്നെ ഈ ഒരു കാരണം കൂടി കിട്ടിയപ്പോൾ വേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് നീ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. അതുകൊണ്ട് അഞ്ജലി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എനിക്ക് ഭാര്യയൊന്നും കാണത്തില്ല. അപ്പോൾ ആ ഒരു സെന്റിമെന്റ്സിൽ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ശ്യാം ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇന്ന് ഒരു ദിവസവും കൂടി മാത്രം മതി, നാളെ അഞ്ജലി മരണപ്പെട്ടു എന്ന വാർത്തയായിരിക്കും എല്ലാവരെയും തേടി വരുന്നത് എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്യാം തൻ്റെ തന്ത്രങ്ങൾ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ അവിടെ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്. ഇനി എന്ത് ചെയ്യും, എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ
പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫായി, ആ ഒരു സീരിയൽ ബൾബൊക്കെ ഇങ്ങനെ കത്തി, പെട്ടെന്നൊരു പാട്ട് ഇങ്ങനെ കേൾക്കുവാണ്. താൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആരാണ് തൻ്റെ കൂടെ പേര് കളിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് ആകാംക്ഷയോടെ എല്ലാവരും കാത്തു നിന്നു. ശ്യാമും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശ്യാമും നോക്കുന്നുണ്ട് ആരാണ് ശ്രുതിക്കൊപ്പം പേർ ഡാൻസ് കളിക്കുന്നത്. ശ്രുതിയും ആകാംക്ഷയോട് നോക്കുമ്പോൾ നമ്മുടെ അശ്വിൻ സായിറാമാണ് അവിടെ നിന്ന് നടന്നു വരുന്നത്. അശ്വിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. ഇത് കുഞ്ഞിനല്ലേ, കുഞ്ഞിനാണോ ശ്രുതിക്കൊപ്പം പേർ ഡാൻസ് കളിക്കുന്നത് എന്ന് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തൻ്റെ ആ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ചേർന്ന് വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ കാഴ്ചവെച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഡാൻസ് പെർഫോമൻസ് നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം അവരുടെ ആ ഒരു യഥാർത്ഥത്തിൽ അവരൊരു ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ പ്രണയം കാണുന്നവർക്ക് പോലും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശ്യാമിന് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുവാണ്. പക്ഷേ പ്രീതിക്കും ആകാശിനൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഗംഭീരമായിട്ട് കൈയൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. എല്ലാവരും അശ്വിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വന്നിട്ട് മനോരമ പറഞ്ഞത്, ഇതെന്താ കുഞ്ഞാ നീ കാണിക്കുന്നത്? നമ്മുടെ വീട്ടുകാർ ജയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ നീ തന്നെ പെൺവീട്ടുകാർ ജയിക്കാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുത്തല്ലോ എന്നൊക്കെ മനോരമയും പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അഞ്ജലി പറഞ്ഞത്, നിന്റെ ഉള്ളിൽ ഇത്രയും ഒരു കലയുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ അഞ്ജലി സംസാരിച്ചു. എന്നാൽ ഈ കളി ഇതിൽ ഒരു വലിയൊരു അന്താരാഷ്ട്ര മത്സരമൊന്നും അല്ല ഇത് ഒരു രണ്ട് വീട്ടുകാർ തമ്മിൽ നടത്തുന്ന ചെറിയൊരു കളിതമാശയായിട്ട് കൂട്ടിയാൽ മതി. ഇതിൽ ജയവും തോൽവിയും ആർക്കും വരാം. അത് നമ്മളിങ്ങനെ അയ്യോ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു നന്മ മാത്രമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അകത്തോട്ട് കയറിപ്പോയി. എന്നാൽ അശ്വിൻ്റെ ഈ ഒരു സംസാരം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ മുരടനെ പോലെ ഭയങ്കര ദേഷ്യപ്പെട്ട് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന അശ്വിൻ്റെ മനസ്സിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, അശ്വിനും ഇങ്ങനെ മറ്റൊരു മുഖം ഉണ്ടായിരുന്നോ എന്നൊക്കെ എല്ലാവരും കണ്ടിട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ശ്രുതി ഭയങ്കര സങ്കടത്തോടു കൂടി റൂമിൽ നിൽക്കുമ്പോൾ എല്ലാവരും ശ്രുതിയെയും അശ്വിനെയും പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട്. ഒപ്പം പ്രീതി പോയി ശ്രുതിയെ വിളിച്ചു. എന്നാൽ ചേച്ചി ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ നിൽക്കുവാണ്. പ്രീതി അങ്ങ് പോയി. അതിന്റെ പിന്നാലെ അശ്വിൻ വന്നു. കഥവ് തുറന്നപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ പ്രീതിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ചേച്ചി ഈ അശ്വിൻ സായിറാം എന്താണ് ഈ കാണിക്കുന്നത്, അയാൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുമാത്രമല്ല അയാൾക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല, എന്തോ ഒരു മനസ്സിൽ എന്തോ കരുതി കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഇങ്ങനെയെല്ലാം പെരുമാറിയത് എന്നൊക്കെ പറയുകയും, ഒപ്പം അയാളുടെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അയാളാണ് അശ്വിൻ സായിറാമാണ് എനിക്കൊപ്പം പേർ ഡാൻസ് കളിക്കാൻ വരുന്നത് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിയുകയും അശ്വിനെ കണ്ടു. എന്നാൽ അശ്വിനും ശ്രുതിയെ കണ്ടപ്പോൾ ഇങ്ങനെ ശ്രുതിയുടെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വിൻ തന്നെ പറഞ്ഞു, കണ്ടോ ഇപ്പോഴും നിനക്ക് എൻ്റെ സഹായം വേണ്ടി വന്നു, ആദ്യത്തെ ഡാൻസിലും നിനക്ക് എൻ്റെ സഹായം വേണ്ടി വന്നു, ഇപ്പോഴും നിനക്ക് എൻ്റെ സഹായമാണ് വേണ്ടി വന്നത്. എൻ്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഈ ഡാൻസ് പെർഫോമൻസ് അതിഗംഭീരമാക്കാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ മുന്നിലും കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടും നിനക്ക് സാധിച്ചത് എന്ന് അശ്വിൻ പറയുകയും, ഇതിന് നീ എനിക്കൊരു നന്ദിയാണ് പറയേണ്ടത് എന്ന് അശ്വിൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുവാണ്. പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ശ്രുതിയുടെ ആ ഒരു സ്നേഹം അശ്വിൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ആദ്യം വന്ന സമയത്ത് അശ്വിനും ശ്രുതിയും വലിയൊരു കീരിയും പാമ്പും ഒക്കെ ആയിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവരുടെ ആ ഒരു സ്വഭാവം പെരുമാറ്റമൊക്കെ മാറി വന്നു. വീണ്ടും ദേഷ്യത്തിലായി. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ഈ ഒരു ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹം എന്ന് പറയുമ്പോൾ. ഇതോടുകൂടി പരസ്പരം അവരുടെ പ്രണയവും കൂടി വളരുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.